എല്ലാവർക്കും നമസ്കാരം. മനുഷ്യന് ട്രെയിനിങ് കിട്ടിയാൽ പല കാര്യങ്ങളും സ്മാർട്ടായി ചെയ്യാൻ പറ്റും. എന്നാൽ ആ ട്രെയിനിങ് ഒരു കമ്പ്യൂട്ടറിന് കിട്ടിയാലോ മനുഷ്യരെക്കാളും വളരെ നന്നായി ചെയ്യാൻ പറ്റും. ലളിതമായി പറഞ്ഞാൽ അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓർ AI. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI ഇന്ന് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ AIയെ മാറ്റി നിർത്തി ഒരു നിമിഷം നമുക്ക് ആലോചിക്കാൻ പോലും സാധ്യമല്ല. അത്രത്തോളം സ്വാധീനം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യരംഗം. ആരോഗ്യരംഗത്ത് അല്ലെങ്കിൽ ചികിത്സാ രംഗത്ത് ഈ AI എങ്ങനെയാണ് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഞാൻ സലാഹുദ്ദീൻ, മെഡിക്കൽ സ്കെപ്റ്റ് ചാനലോടൊപ്പം. മനുഷ്യബുദ്ധി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും യുക്തമായ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള മനുഷ്യൻ്റെ കഴിവാണ്. ആ കഴിവുള്ളതുകൊണ്ടാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിയെ പോലെ തന്നെ മെഷീനുകൾ പ്രവർത്തിക്കുക എന്നതാണ് ലളിതമായി പറഞ്ഞാൽ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടർ അൽഗോരിതം ഉണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ. ആ വളരെ കൃത്യതയോടുകൂടി ഒരുപാട് ആളുകൾ ചെയ്യുന്ന ജോലികൾ വളരെ കൃത്യതയോടുകൂടി കമ്പ്യൂട്ടർക്ക് അനായാസം ചെയ്യാൻ പറ്റുന്നത് ഇത്തരം ആൽഗോരിതം ഉപയോഗിച്ചിട്ടാണ്. ഒരു പ്രത്യേക തരം കോഡിൽ പ്രത്യേക തരം ജോലി ചെയ്യാനാണ് ഈ ആൽഗോരിതം ഉണ്ടാക്കുന്നത്. നമുക്ക് ആവശ്യമായ രൂപത്തിൽ കോഡ് ചെയ്താൽ സോഫ്റ്റ്വെയറുകൾ വർക്ക് ചെയ്യുന്നത് അവർക്ക് ആവശ്യമായ ഡാറ്റകളും ഇൻപുട്ടൊക്കെ കിട്ടിയിട്ടാണ്. ഇങ്ങനെ കിട്ടിയാൽ ആ ഡാറ്റയും ഇൻപുട്ടൊക്കെ കിട്ടിയാൽ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ആവശ്യമായ ഒരു ഔട്ട്പുട്ട് നൽകും. ഡാറ്റകൾ പ്രോസസ്സ് ചെയ്ത് മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്നതിനാലാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നത്. ഡാറ്റയിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചാണ് AI പ്രവർത്തിക്കുന്നത്. മനുഷ്യർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് പ്രവർത്തിക്കുന്ന പോലെ തന്നെ സങ്കീർണമായ ഒരു അൽഗോരിതത്തിൽ വളരെ വലിയ അളവിലുള്ള വിവരങ്ങൾ നൽകപ്പെടുന്നത് സങ്കല്പിക്കുക. ഈ അൽഗോരിതം ചില പ്രത്യേക പാറ്റേണുകൾ തിരയുകയും ആ പാറ്റേണുകൾക്കനുസരിച്ച് ചില പ്രഡിക്ഷൻസും അതേപോലെ ഡിസിഷൻസും ഒക്കെ എടുക്കുന്നു. അങ്ങനെ എടുക്കാൻ ഈ പാറ്റേണുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ ഡാറ്റ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നതിനനുസരിച്ച് കൂടുതൽ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് പ്രത്യേക പാറ്റേണുകളിൽ നിന്ന് മികച്ച തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പറ്റും എന്നുള്ളതാണ്. ഒരാളെ ട്രെയിൻ ചെയ്ത് നമ്മൾ ഏത് രൂപത്തിലാണ് എടുക്കുന്നത്. നല്ല ട്രെയിനിങ് കൊടുത്താൽ നല്ല തീരുമാനങ്ങൾ, നല്ല ഔട്ട്പുട്ടും ആളിന് കിട്ടുമെന്നുള്ളതാണ്. സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഈ തരത്തിൽ ട്രെയിൻ ചെയ്തിട്ടാണ് ഈ AI പോലുള്ള ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ AI ഉണ്ടാക്കുന്ന മാറ്റം മെഡിക്കൽ രംഗത്ത് ഉറപ്പായിട്ടുണ്ടാവില്ല, എല്ലാ രോഗത്തും ഉണ്ടാകുന്ന പോലെ തന്നെ. അതിൽ പ്രധാനപ്പെട്ടതാണ് രോഗനിർണയത്തിനും ചികിത്സക്കും ഡോക്ടർമാരെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായിക്കും എന്നതാണ്. ഒരു ചികിത്സയിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് കൃത്യമായ രോഗനിർണയമാണ്. രോഗനിർണയം അല്ലെങ്കിൽ നമുക്ക് ഡയഗ്നോസിസ് എന്ന് വിളിക്കാം. ഈ ഡയഗ്നോസിസ് കൃത്യവും സമയബന്ധിതവുമാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് കൃത്യമായ സമയത്ത് തന്നെ രോഗം എന്താണ് എന്ന് കണ്ടെത്തണം. മാത്രമല്ല അത് വൈകാനും പാടില്ല. കാരണം അത് വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. അതാണ് ഡയഗ്നോസിസ് കൃത്യമായി നടക്കണമെന്ന് പറഞ്ഞത്. ഈ ഡയഗ്നോസിസ് കൃത്യമായി നടന്നാൽ പിന്നെ ചികിത്സ എളുപ്പമാണ്. ഇപ്പോൾ ഡയഗ്നോസിസ് പാർട്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ഈ രോഗനിർണയം തെറ്റിയാൽ രോഗിക്ക് ശരിയായ ചികിത്സ കിട്ടില്ല എന്ന് മാത്രമല്ല, ഇല്ലാത്ത അസുഖത്തിന് ചികിത്സ തെറ്റും. ഡയഗ്നോസിസ് തെറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റിയ ചികിത്സക്കാണല്ലോ, തെറ്റിയ ഡയഗ്നോസിനാണല്ലോ പിന്നെ ചികിത്സ ചെയ്യുക. അപ്പോൾ ശരിയായ ചികിത്സ കിട്ടാതെയും പോവുകയും മാത്രമല്ല തെറ്റായ ചികിത്സ ലഭിക്കുകയും ചെയ്യും. വളരെ അപൂർവമായിട്ടാണെങ്കിലും തെറ്റായ രോഗനിർണയവും അഥവാ ഡയഗ്നോസിസ് നടക്കാറുണ്ട്. പിന്നെ അത് പല പല കാര്യങ്ങൾ അതിനുണ്ടാവും. ഉദാഹരണമായിട്ട് ഡോക്ടർമാർക്ക് ഒരുപാട് ജോലി ചെയ്ത് അവർക്ക് ക്ഷീണം ഉണ്ടാവുക, അപ്പോഴൊക്കെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത്തരം ഡയഗ്നോസിസിന് വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലാതിരിക്കുക, ഇവകൊണ്ടെല്ലാം ഈ തെറ്റായ രോഗനിർണയം സംഭവിക്കാം. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ രോഗനിർണയം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെയാണ് പ്രധാനമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു രക്ഷകനായി വരുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അൽഗോരിതത്തിൽ കോടിക്കണക്കിന് രോഗികളുടെ ഡാറ്റകൾ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പ്രോസസ്സ് ചെയ്യാനും തീരുമാനം എടുക്കാനും ഡോക്ടറെ അത് സഹായിക്കാനും പറ്റും. ഒരു ഡോക്ടർക്ക് കണ്ടത് വളരെ പെട്ടെന്നൊക്കെ തീരുമാനം എടുക്കൽ വളരെ പ്രയാസമായിരിക്കുമല്ലോ. ഇപ്പോൾ കൃത്യമായും വേഗത്തിലും രോഗനിർണയം സാധ്യമാകും എന്നതാണ് ഈ AI ഒരു പ്രത്യേകത. പബ്ലിക് ഡാറ്റ സെറ്റുകളിൽ നിന്നും രോഗികളുടെ മെഡിക്കൽ റെക്കോർഡിൽ നിന്നുമെല്ലാം ആയിരക്കണക്കിന് ചിത്രങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് ഡയഗ്നോസ്റ്റിക് രീതി AIക്ക് സാധ്യമാകും. അങ്ങനെ ഇപ്പം ഈ റിപ്പോർട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ വായിച്ചിട്ട് പെട്ടെന്ന് തീരുമാനം എടുക്കാൻ ഈ AIക്ക് സാധിക്കുന്നുള്ളതാണ്. ഓർക്കേണ്ടത് എന്താ വെച്ചാൽ
പിന്നെ AI എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഡോക്ടർക്ക് പകരല്ല. കാരണം പല ജോലിയും പോകുന്ന പോലെ ഡോക്ടർമാരുടെ ജോലി പോകുന്നതല്ല. മറിച്ച് ഡോക്ടർ ജോലി ഇല്ലാതാക്കാനല്ല, മറിച്ച് ഡോക്ടർ കൂടുതൽ സഹായിക്കാനും കൃത്യമായ ചികിത്സ രോഗിക്ക് കിട്ടാനും ആണ് ഈ AI കൊണ്ട് ഡോക്ടർമാർക്ക് ഉപകാരപ്പെടുക എന്നത് തന്നെയാണ്. ചില ഡയഗ്നോസിസിൻ്റെ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ ചില പ്രത്യേക മാരകമായ അസുഖങ്ങൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ചികിത്സ വൈകും എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇത് രോഗിയുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിയേക്കും. ഉദാഹരണത്തിന് പിന്നെ ഈ ക്യാൻസർ, കുട്ടികളിലെ ക്യാൻസർ, മറ്റൊരുദാഹരണം പറഞ്ഞാൽ കുട്ടികളിലെ രക്തക്കൊല്ലെ ബാധിക്കുന്ന ഒരു തരം അസുഖമാണ് കവാസാക്കി ഡിസീസ് എന്ന് പറയുന്നത്. ലോകത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഈ കവാസാക്കി ഡിസീസ് അഥവാ KD ഉള്ള രോഗികളിൽ നിന്ന് ആയിരക്കണക്കിന് ചിത്രങ്ങൾ സമാഹരിച്ച് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി ആ നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്ത് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ വളരെ മുൻകൂട്ടി തന്നെ ഇത്തരം രോഗങ്ങൾ തിരിച്ചറിയാൻ AIക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ കേവലം ഒരു സ്മാർട്ട് ഫോണിൽ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ഡോക്ടർക്ക് എന്താണ് രോഗിയുടെ അസുഖം, ഇത്തരം അസുഖങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അതൊരു ഡോക്ടർക്ക് ഒരു റിപ്പോർട്ട് എടുത്ത് ചിലപ്പോൾ നോക്കിയാൽ മനസ്സിലാക്കൽ പ്രയാസമാവും. ഇത് കോടിക്കണക്കിന് ഡാറ്റ പ്രോസസ്സ് ചെയ്താണ് ഇത് സാധ്യമാവുന്നത്. ഇങ്ങനെ തിരിച്ചറിഞ്ഞാൽ ശരിയായ ചികിത്സ നൽകാൻ ഡോക്ടർമാർക്ക് പറ്റും. മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ ചികിത്സ നൽകി അസുഖം ഭേദമാക്കാനും പറ്റും എന്നുള്ളതാണ്. ഇനി മറ്റൊന്നാണ് ക്യാൻസർ രോഗികൾ. ക്യാൻസറിൻ്റെ പ്രത്യേകത വെച്ചാൽ എത്ര പെട്ടെന്ന് ക്യാൻസർ കണ്ടെത്തുന്നുവോ അത്രയും മികച്ച ചികിത്സ സാധ്യമാവുന്നുള്ളതാണ്. അത്രയും റിക്കവർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെയാണ് AI ഉപയോഗപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ ക്യാൻസർ രോഗികളിൽ ക്യാൻസറിന് കാരണമാകുന്ന ജനിതക മാറ്റങ്ങൾ, പ്രത്യേകിച്ച് മിക്ക ക്യാൻസറിന് അതിൻ്റെ ജനിതക മാറ്റങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇത് സൂക്ഷ്മമായി മനസ്സിലാക്കാനും ക്യാൻസർ വരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടെത്താനും ഈ AI ടൂളുകൾ കൊണ്ട് സാധ്യമാകുമെന്നുള്ളതാണ് ഈ ക്യാൻസർ പേഷ്യൻറ്റിന് AI സഹായിക്കുന്നത്. മാത്രമല്ല ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ജനിതക കോഡുകളാണല്ലോ. അപ്പോൾ വ്യത്യസ്തമായ ജനിതക മാറ്റങ്ങളുണ്ടാവും. ആ വ്യത്യസ്തമായ ജനിതക മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും പ്രത്യേകം മെഡിസിനുകൾ രൂപപ്പെടുത്താൻ സാധിക്കും. ഇത് ഒരു ഡ്രഗ് ഡിസ്കവറിയുടെ ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. നമ്മളതിന് പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്നൊക്കെ പറയും. ഓരോരുത്തരുടെ അസുഖത്തിനനുസരിച്ച് പ്രത്യേക മെഡിസിൻ വളരെ റിസൾട്ട് ഉണ്ട്. US അത് ക്യാൻസർ രോഗികൾക്ക് ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനൊക്കെ AIക്ക് വളരെയധികം വലിയ സ്വാധീനം ഉണ്ടാക്കും, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് കണ്ടെത്തുന്നതിന് AIയുടെ സഹായം ഉപയോഗപ്പെടുത്തുന്ന ഈ മാമോഗ്രാം എന്ന് വെച്ചാൽ ഈ മാമോഗ്രാം ടെക്നോളജി, മാമോഗ്രാം ടെസ്റ്റിലൂടെ ലഭിക്കുന്ന റിസൾട്ടുകളുടെ സൂക്ഷ്മമായി പരിശോധിച്ച് അവയിലെ മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കി ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത നേരത്തെ കണ്ടെത്താൻ സാധിക്കുന്നുള്ളതാണ്. ഇവയെല്ലാം മനുഷ്യ നേതൃത്വം കൊണ്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല, വളരെ പ്രയാസം തന്നെയാണ്. ഇതൊക്കെ AI ടൂളുകൾ ഉപയോഗിച്ച് വളരെ സുന്ദരമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇക്കാലത്ത് ഡോക്ടർമാരൊക്കെ നേരിടുന്ന വളരെ വലിയൊരു പ്രശ്നമാണ് നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് ത്രട്ടനിങ് അസുഖങ്ങൾ, അതുപോലെ ഇൻഫെക്ഷ്യസ് ഡിസീസ്, നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസറൊക്കെ നേരത്തെ കണ്ടെത്താനോ കൃത്യമായി രോഗനിർണയം നടത്താനോ പറ്റുന്നില്ല എന്നുള്ളത്. ഇത് പരിഹരിക്കാൻ AI കൊണ്ട് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് വളരെ വലിയൊരു നേട്ടമായി കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അനേകായിരം പേരുടെ ജീവനാണ് രക്ഷിക്കാൻ സാധിക്കുന്നത്. ഇത്തരം അസുഖങ്ങൾ നേരത്തെ കണ്ടെത്തുകയും ശരിയായ രോഗനിർണയം നടത്തുകയും ചെയ്യുക എന്നതാണ് ഒരു മാർഗം മുമ്പിലുള്ളത്. അതിനു വേണ്ടി ഈ ടൂളുകൾ ഉപയോഗപ്പെടുത്താൻ, ടെക്നോളജി ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെയാണ് AI ടൂളുകളൊക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു രക്ഷകനായി വരുന്നത്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് കുറച്ചുകൂടെ വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഇത്തരം രോഗങ്ങൾ, നേരത്തെ പറഞ്ഞ പോലുള്ള രോഗങ്ങൾ ഒരാളിൽ ഉണ്ടെന്ന് സംശയിച്ചാൽ ഒരു ഡോക്ടർ ആദ്യം എന്താ സാധാരണ ചെയ്യുക? ആദ്യം അദ്ദേഹം അതിനെ സ്കാൻ ചെയ്യാൻ പറയും. അല്ലെങ്കിൽ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, അതൊക്കെ വളരെ ചിലവ് കൂടുതലാണ്. MRI, CT സ്കാൻ, അങ്ങനെ എക്സ്റേ, അങ്ങനെയുള്ള മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അയക്കാൻ പറയും. അങ്ങനെ കിട്ടുന്ന റിപ്പോർട്ട് കിട്ടിയാൽ മറ്റൊരു ഡോക്ടർ അല്ലെങ്കിൽ റേഡിയോളജിസ്റ്റ് ഇത് പരിശോധിക്കുകയും അതിൽ അദ്ദേഹത്തിൻ്റെ ഇംപ്രഷൻ എന്താണ് ഈ രോഗിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള പ്രശ്നങ്ങളെന്ന് റിപ്പോർട്ട് ചെയ്യുകയും നേരത്തെ പരിശോധിച്ച ഡോക്ടർ അതിൻ്റെ റിപ്പോർട്ട് നോക്കുകയും അങ്ങനെ രോഗനിർണയം നടത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് രോഗിയോട് സംസാരിക്കും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നെന്താ പ്രശ്നമാണ്. ഇതിനൊക്കെ വിദഗ്ധമായ ഡോക്ടർമാരുടെ, ഒരു ഡോക്ടറുടെ സഹായം പോരാ, വിദഗ്ധമായ പല ഡോക്ടറുടെ സഹായം വേണമെന്ന് മാത്രമല്ല വില കൂടിയ ഉപകരണങ്ങളൊക്കെ ടെക്നോളജിയൊക്കെ ആവശ്യമുണ്ട്. അതിനാൽ തന്നെ ഇതിൻ്റെ ചിലവ് ഭയങ്കര കൂടുതലായിരിക്കും. എല്ലാ രാജ്യങ്ങളിലും ഈ ചിലവ് ഒക്കെ എല്ലാവർക്കും ഇത് താങ്ങൽ പ്രയാസമായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഇൻഷുറൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പോൾ വികസിത രാജ്യങ്ങളിൽ പോലും ഇൻഷുറൻസ് ഇല്ലാത്തവർക്കൊക്കെ ഇത്തരം റിപ്പോർട്ടുകൾ എടുക്കലൊക്കെ പ്രയാസമാവും. മാത്രമല്ല അതിന് പല കാലതാമസവും നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്താൽ ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്താൻ
സാധിക്കുന്നു മാത്രമല്ല മികച്ച രോഗനിർണയം നടത്താനും ചെലവ് വളരെ ഗണ്യമായി കുറയ്ക്കാനും പറ്റും എന്നുള്ളതാണ്. ഈ ഒരു ഉപകരണങ്ങൾ ഇല്ലാതെ, ഈ ടെക്നോളജി ഇല്ലാതെ, ഈ കോടിക്കണക്കിന് ഇതുവരെ എടുത്ത ഡാറ്റകൾ വെച്ചിട്ട് പ്രോസസ്സ് ചെയ്ത് പെട്ടെന്ന് ഇത്തരം നിഗമനങ്ങളിൽ എത്താൻ പറ്റും എന്നുള്ളതാണ്. അത് AI ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് അവയിലെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മമായി കൃത്യമായി മനസ്സിലാക്കാനും രോഗനിർണയം നടത്താനും പറ്റുമെന്ന് ഇത് കുറച്ചുകൂടി സ്പീഡിലാക്കും. മാത്രമല്ല സാധാരണ ഒരു ഡോക്ടറൊക്കെ പരിശോധിക്കുമ്പോൾ മാനുഷികപരമായ തെറ്റുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. അത് വരാതെ നോക്കാൻ ഇത്തരം മെഷീനുകൾ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. അതേപോലെ തന്നെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായിക്കുന്ന മറ്റൊരു മേഖലയാണ് ഡ്രഗ് ഡിസ്കവറി എന്നത്. അഥവാ പുതിയതും ഫലപ്രദവുമായ മരുന്നുകൾ കണ്ടെത്താനും ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. രോഗകാരണത്തെ കണ്ടെത്തുകയും അതിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്ന് വലിയ ഡാറ്റകളിൽ നിന്ന് കൃത്യമായി കണ്ടെത്തിയാണ് ഇതൊക്കെ സാധ്യമാവുന്നത്. ഇത് ഒരുപാട് സമയമെടുക്കുന്ന, ഒരുപാട് പൈസ ചെലവുള്ള സംഗതികളാണ്. ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ ഇത്തരം ഡാറ്റകൾ കൊണ്ട് സാധ്യമാകും. നമ്മൾ ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ കണ്ടതാണ്. വളരെ സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് വാക്സിനൊക്കെ ഡെവലപ്പ് ചെയ്തത്. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രോഗനിർണയത്തിന് സഹായിക്കുന്ന മറ്റൊരു രീതിയാണ് AI സ്കാനർ. അതായത് ശരീരത്തെ കീറാതെ തന്നെ ശരീരത്തിനുള്ളിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഇത്തരം സ്കാനറുകൾക്ക് കഴിയുമെന്നുള്ളതാണ്. 70ഓളം വ്യത്യസ്ത സെൻസറുകൾ 50 മില്യൺ ഡാറ്റകൾ കളക്ട് ചെയ്യും നമ്മുടെ ശരീരത്തിൽ സ്കാൻ ചെയ്തിട്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് പ്രശ്നമാണ് ഇയാൾക്കുള്ളത് എന്ന് വളരെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കണ്ടെത്താൻ ഇത്തരം AI സ്കാനറുകൾ കൊണ്ട് പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത. ഇതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ, ഷുഗർ, അതേപോലെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം എന്നിവയിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും, പിന്നെ ഹൃദയത്തിൻ്റെയും നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെയും ഒക്കെ, അതുപോലെ ലങ്സിലെയും ഒക്കെയുള്ള പ്രശ്നങ്ങളുടെ ഡാറ്റകൾ കളക്ട് ചെയ്യാനൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. ഒരിക്കൽ ഒരു രോഗിയിൽ ഇത്തരം ഡാറ്റകൾ ശേഖരിച്ചാൽ പിന്നെ അത് ഇതിൻ്റെ ആൽഗോരിതത്തിലേക്ക് ഫീഡ് ചെയ്യുകയും ആരോഗ്യമുള്ള ഒരവസ്ഥയിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് എന്ന്, ഏതൊക്കെ രൂപത്തിൽ വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും. ഇതിന്ന് ഡോക്ടേഴ്സിന് വളരെ പെട്ടെന്ന് തന്നെ ഇയാൾക്കുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിന് പ്രധാനമായി വേണ്ടത് തീർച്ചയായും ഡാറ്റകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എത്ര കൂടുതൽ രോഗികളുടെ വിവരങ്ങൾ നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കിട്ടുന്നുവോ അത്രയും റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാക്കാൻ ഈ ഒരു ആരോഗ്യ രംഗത്ത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പറ്റും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ വരുമ്പം ചെലവുകൾ വളരെ നന്നായി കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ എല്ലാത്തിടത്തൊക്കെ ജനങ്ങൾ പിന്നെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ മികച്ച ചികിത്സ കിട്ടാതെ പോകുന്നിടത്ത് വളരെ ചെലവുകളൊക്കെ വളരെ കുറച്ചുകൊണ്ട് തന്നെ രോഗനിർണയം നടത്താൻ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. മാത്രമല്ല ഇതൊക്കെ ഡോക്ടർമാരുടെ സമയം ഒരുപാട് ലാഭിക്കും എന്നതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്ക് കൂടുതൽ സമയം രോഗികളുമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ഇല്ലാത്തൊരു പ്രശ്നമാണ്. തിരക്കുള്ള ഡോക്ടറാണെങ്കിൽ പേഷ്യൻറ്റുമായി സംസാരിക്കാനോ കൺവിൻസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം ഇങ്ങനെ കൂടുതൽ സമയം പേഷ്യൻറ്റുമായി സംസാരിക്കാനൊക്കെ ഡോക്ടേഴ്സിന് പറ്റുമെന്നുള്ളതാണ്. പിന്നെ ഇനിയിപ്പോൾ ഇത് ട്രഡീഷണൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഹെൽത്തിലെ AI ഇൻവോൾവ്മെൻറ്റ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ടെക്നോളജി അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാകും. ഇപ്പോഴുള്ള AI എഞ്ചിനീയറിംഗിൽ ഒരു 10,000 ഇമേജുകൾ വെച്ച് ഒരു ഡാറ്റ ഉണ്ടാക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ MRI, CT സ്കാനൊക്കെ ഡാറ്റ വെച്ച് ഒരു 10,000 ഇമേജ് ഡാറ്റ ഉണ്ടാക്കുന്നിരിക്കട്ടെ. ഈ ഡാറ്റ വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടർ പരിശോധിക്കുകയും ഒക്കെ വേണം. എന്നിട്ടേ ഇത് ഒരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഇൻപുട്ടായി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ രണ്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടാണ് AI പുതിയ ടെക്നോളജികൾ വരുന്നത്. ഇതിൽ ഇത്രയധികം ഇമേജുകൾ ആവശ്യമില്ല. മാത്രമല്ല ഇത്രയധികം ഡോക്ടേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റും ആവശ്യമില്ല. 1-2 സിംഗിൾ ഇമേജുകൾ ഉണ്ട് മതിയാകും. ഇങ്ങനെ 1-2 ഇമേജുകളിൽ നിന്ന് കോടിക്കണക്കിന് ഇൻഫർമേഷൻ പാക്കറ്റുകൾ ഉണ്ടാക്കി അതൊക്കെ കോടിക്കണക്കിന് ഡാറ്റയായി കണക്കാക്കി അതിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും പുതിയ എഞ്ചിനീയറിംഗിന് സാധിക്കും എന്നുള്ളതാണ്. അതായത് ഒരൊറ്റ മെഡിക്കൽ ഇമേജിനെ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ട്രെയിനിങ്ങിന് ആവശ്യമായ കോടിക്കണക്കിന് ഡാറ്റ പോയിന്റുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേണ്ടത് ഡാറ്റകളാണ്. എന്ന് വെച്ചാൽ തുടക്കത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഞ്ചിനീയറിംഗിന് ആവശ്യമായ ആയിരക്കണക്കിന് ഇമേജുകൾ ഇപ്പോൾ ആവശ്യമില്ല. അതിന് പകരം 1-2 ഇമേജുകൾ മതിയാവും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഞ്ചിനീയറിംഗിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്താ വെച്ചാൽ വിലയേറിയ മെഡിക്കൽ ഇമേജിങ് ഉപകരണങ്ങളും ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത്രയും പൈസ ലാഭിക്കാമല്ലോ. അപ്പോൾ ഇതുവഴി ട്രഡീഷണൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ ഈ നിലയ്ക്ക് ഇടപെടാൻ ഈ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിക്ക് പറ്റും. മാത്രമല്ല ഒരു സാധാരണ ക്യാമറ, സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ DSLR ക്യാമറ ഒക്കെ ഉപയോഗപ്പെടുത്തി
എടുക്കുന്ന ഒരു പിക്ചർ മതിയാവും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഇത്തരം ഡാറ്റയൊക്കെ ഉണ്ടാക്കാൻ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് 10,000-കണക്കിന് ഇമേജുകൾ ഉപയോഗിച്ച് ട്രെയിൻ ചെയ്തെടുത്ത് ഒരു വളരെ കുറഞ്ഞ ഇമേജുകൾ മാത്രം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രെയിനിങ്ങിന് ആവശ്യമായ ഒരു ഡാറ്റയാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഏറ്റവും സൗകര്യം ഡോക്ടർക്ക് എല്ലാ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് കൃത്യമായ രോഗനിർണയം നടത്താൻ പറ്റും. അതിന് MRI CT സ്കാനോ പോലുള്ള വിലയേറിയ ഇതിനൊന്നും പോവേണ്ടതില്ല എന്നുള്ളത് വളരെ വലിയൊരു മാറ്റം തന്നെയായിരിക്കും. മറ്റൊന്ന്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനം സുഗമമാക്കും. കാരണം എന്താ വെച്ചാൽ, ഉദാഹരണം പറഞ്ഞാൽ മിക്ക ഹോസ്പിറ്റലുകളുടെയും നേഴ്സുമാർ ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ് അവർ ചെയ്യുന്നത്. നേഴ്സുമാർ ഡോക്ടർമാരെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. അവർ പല ഹോസ്പിറ്റലിലും പഠനങ്ങൾ കാണിക്കുന്നത് വെച്ചാൽ ജോലി ഭാരം കാരണം പലരും ജോലി വിട്ടുപോവുകയാണ് കണക്കുകൾ കാണിക്കുന്നത്. കാരണം അവർക്ക് രോഗികളെ പരിപാലിക്കുക എന്നതിനോടൊപ്പം തന്നെ വേറെ കുറേ അഡ്മിനിസ്ട്രേഷൻ വർക്കുകളൊക്കെ അവർക്ക് വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് പിന്നെ ഒരു നഴ്സിൻ്റെ ഷിഫ്റ്റ് മാറുമ്പം അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പം ഒരുപാട് വിവരങ്ങൾ അവർ പാസ് ചെയ്യണം. അത് തെറ്റാതെ പാസ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്നാലേ അടുത്ത ഷിഫ്റ്റിന് വരുന്ന നഴ്സിന് അടുത്ത രോഗിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഇത് വളരെ എളുപ്പമാക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധ്യമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഇവരുടെ ജോലി വളരെ എളുപ്പമാക്കും, മാത്രമല്ല കൃത്യവുമാവുകയും ചെയ്യും. തെറ്റായ ഒരു വിവരം പാസ് ചെയ്ത് അത് രോഗിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവാതിരിക്കാനുള്ള ഒക്കെ ഈ നിലയ്ക്ക് ഈ AI ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവിടെ സഹായിക്കുന്നുള്ളതാണ്. അത് വളരെ വലിയൊരു മാറ്റമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ മേഖലയിൽ എന്ന പോലെ തന്നെ ആരോഗ്യരംഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മുടെ രോഗനിർണയത്തിൻ്റെ കൃത്യത ഉറപ്പുവരുത്തും. വളരെ നേരത്തെ തന്നെ അസുഖങ്ങൾ കണ്ടെത്താനും മികച്ച ചികിത്സ നൽകാനും സാധിക്കും എന്ന് മാത്രമല്ല, ഇതിൻ്റെ ചികിത്സയുടെ ചെലവ് വളരെ ഗണ്യമായി കുറയ്ക്കാനും ഇതിനൊക്കെ പറ്റുമെന്നുള്ളതാണ്. ഇതാണ് വളരെ ഒരു ബേസിക് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ ആരോഗ്യരംഗത്ത് നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ്. നമ്മൾ ടെക്നോളജിയെ പറയുമ്പോൾ വളരെ മുമ്പ് നമ്മളിപ്പോൾ മാട്രിക്സ് സിനിമ, അതേപോലെ തന്നെ ടെർമിനേറ്റർ സിനിമയിലൊക്കെ എനിക്ക് തോന്നിയിട്ട് 20-25 വർഷങ്ങൾക്ക് മുമ്പെന്നാണ് ആ സിനിമകളൊക്കെ ഇറങ്ങിയത്. അന്ന് മെഷീനുകളും ഇതൊക്കെ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും മനുഷ്യകുലത്തിന് എത്രത്തോളം പ്രശ്നമുണ്ടാക്കുകയും എന്നൊക്കെ സിനിമയിൽ കണ്ടെങ്കിൽ നമ്മൾ അത്ര ആശങ്കയിലായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത് വളരെ അടുത്ത കാലത്തായിട്ട് ഒരു ChatGPT ഒക്കെ വന്നപ്പോൾ നമുക്ക് ഇത്തരം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. അപ്പം അതിലുള്ള ആശങ്കയൊക്കെ ഉണ്ട്. പക്ഷേ ആശങ്കയ്ക്കപ്പുറം ഇത്തരം പിന്നെ മനുഷ്യന് ഗുണപരമായ രീതിയിൽ ഇതൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള പഠനങ്ങളും ചർച്ചയുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ജനറേറ്റീവ് AI മനുഷ്യനെ പോലെ തന്നെ ഏറെക്കുറെ പ്രവർത്തിക്കുന്ന ജനറേറ്റീവ് AI ഒക്കെ തുടങ്ങാതിരിക്കുകയാണ്. തീർച്ചയായിട്ടും രണ്ട് നിലക്ക് ഉപയോഗപ്പെടുത്താം. മനുഷ്യന് ഗുണകരമായി ഉപയോഗപ്പെടുത്താം, മനുഷ്യന് ദോഷകരമായി ഉപയോഗപ്പെടുത്താം. അപ്പം തീർച്ചയായും ആരോഗ്യരംഗത്ത് ഒരു വൻ മുന്നേറ്റം തന്നെയായിരിക്കും നല്ല രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. ഇത്തരം ആരോഗ്യപരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.